Welcome to Onnonna Ruchi, co-powered by Suntips and 916 Coco brand coconut oil, dairy partner Payshi and our education partner Moonar Catering College. നമസ്കാരം കൂട്ടുകാരെ, ഒന്നൊന്ന് രുചിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എന്നത്തെ പോലെ ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. ഇന്നത്തെ സ്പെഷ്യൽ ഗസ്റ്റ് നമുക്ക് സ്വാഗതം ചെയ്യാം. നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ മീര അനിലാണ്. സ്വാഗതം. നമസ്കാരം. നമസ്കാരം. ഒരുപാട് നാളായിട്ട് കാണണമെന്ന് വിചാരിച്ച ഒരാളാണ്. എന്തായാലും കണ്ടു, സന്തോഷം. എന്റെ സന്തോഷം. കാരണം ഞാൻ പറയും, കേരളത്തിൽ ഒരു ഒന്നൊന്നര ഷെഫിന്റെ കൂടെ ഞാൻ ഇന്ന് ലൈവായിട്ട് നിൽക്കാൻ പോവാണ്. അതിന്റെ ഒരു വലിയ സന്തോഷം ആദ്യം അറിയിക്കുന്നു. ഓക്കെ, ആ സന്തോഷമൊക്കെ നമുക്ക് കുറെ പറയാം. ആദ്യം തന്നെ ഇവിടെ ഈ ഒരു ഷോയ്ക്ക് എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഡിഷാണ്. എന്താണ് ഇന്ന് ആ ഡിഷ് ഉണ്ടാക്കുന്നത്? ഞാൻ ഇന്ന് ഷെഫിന് വേണ്ടി ഒരുക്കാൻ പോകുന്നത് ചിക്കൻ തോരനാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഇൻഗ്രീഡിയൻസിലേക്ക് പോവാം. മീര പറഞ്ഞ റെസിപ്പി അനുസരിച്ചുള്ള സകല സാധനങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് എന്റെ പ്രോസസ്, എങ്ങനെയാണ് പറയൂ? ഫസ്റ്റ് ഷെഫെ, നമ്മള് തനി നാടൻ ഒരു സംഭവമാണ്. കൂടുതൽ വലിയ മസാലാസും ബഹളങ്ങളും ഒന്നുമില്ല. പിന്നെ പിള്ളേരെ പറ്റിക്കാനൊക്കെ നമുക്കൊരു 10 മിനിറ്റ്സിൽ ഇത് ഉണ്ടാക്കി കൊടുക്കാം. ഒന്ന് കടായി ഒന്ന് ചൂടാവട്ടെ. അല്ല, ഷെഫ് നിൽക്കുന്നുണ്ട്, എനിക്ക് പറയണ്ട. ഇപ്പൊ ട്രിവാൻഡ്രത്ത് ഒരു പക്കാ തിരുവനന്തപുരംകാരിയാണെന്ന് പറയാം. ഇപ്പൊ കൊച്ചിയിലേക്ക് മാറി. എന്താണ് വ്യത്യാസം? ഒന്നാമത്തെ എനിക്ക് തോന്നുന്നു വലിയ കൺജഷൻ ഇല്ല ട്രിവാൻഡ്രത്ത്. കാരണം സിറ്റി എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ് ഷെഫെ. കൊച്ചി എന്ന് പറഞ്ഞാൽ ചെറുതൊന്നല്ല. അങ്ങനെ സിറ്റി ഏറ്റവും ഹാപ്പനിങ് പ്ലേസ് അല്ലേ? ഏറ്റവും ഹാപ്പനിങ് പ്ലേസ് കൊച്ചി തന്നെയാണ്. കാരണം ഞങ്ങളുടെ ഷൂട്ടിന്റെ ഓപ്പറേഷൻസ് എല്ലാം ഇപ്പൊ കൊച്ചിയിലാണ്. അതുകൊണ്ടാണല്ലോ ഇവിടെ വന്ന് നിൽക്കുകയാണ്. തിരുവനന്തപുരത്തുകാർ അവിടെ നിൽക്കുള്ളൂ. എന്നാലും വീക്ക്ലി. അപ്പം ഷെഫെ ഒന്ന് ചൂടായി, ഞാനൊന്ന് എണ്ണ ഒഴിക്കാം. നല്ല പച്ച വെളിച്ചെണ്ണയാണ് ഷെഫെ ഞാനൊന്ന് ഒഴിക്കുന്നത്. ഇച്ചിരി അധികമായാലും ഈ ഒരു എണ്ണ മാത്രമേ ഉള്ളൂ ഷെഫെ, വേറെ കൂടുതൽ എണ്ണ നമ്മൾ ചേർക്കുന്നില്ല. അപ്പം ഷെഫെ, കൊച്ചി പറയുകയാണെങ്കിൽ ഏറ്റവും നല്ല കഫേസ് ഇപ്പൊ കൊച്ചിയിലുണ്ട്. ഫ്രണ്ട്സ് ഒരുപാട് ഇപ്പൊ കൊച്ചിയിലായി. അപ്പൊ കൊച്ചി ഇപ്പം പ്രിയപ്പെട്ട നഗരമായി മാറിക്കൊണ്ടിരിക്കുന്നു. സെയിം ആയിട്ട് മാറുന്നു. ട്രിവാൻഡ്രത്ത് നമ്മുടെ കുടുംബം, ഫാമിലി, പഴയ അല്ലേ കുട്ടിക്കാലത്ത് പോലുള്ള ഫ്രണ്ട്സ്, നൊസ്റ്റാൾജിയ, അവിടുത്തെ റോയൽ സ്ഥലങ്ങൾ, നിങ്ങൾക്ക് അവിടുത്തെ സ്ഥലങ്ങളൊക്കെ കൂടുതൽ അറിയാം. കാരണം എന്താന്ന് പറയുക ഷെഫെ, ഞങ്ങൾക്ക് ഇപ്പൊ വൈകുന്നേരം ആണെങ്കിൽ വിഴിഞ്ഞം, ചൊവ്വര, കോവളം ആ റൂട്ട് നമുക്ക് പോവാം. അല്ലെങ്കിൽ ഇങ്ങോട്ട് മാറിയ വർക്കല ബീച്ച് ലൈൻ ഉണ്ട്. അങ്ങനെ ഭയങ്കര വാസ്റ്റ് ആയിട്ട് നമുക്ക് തോന്നാറുണ്ട്. തമിഴ്നാട്ടിലേക്ക് പോവാം, കന്യാകുമാരി 60 കിലോമീറ്റേഴ്സേ ഉള്ളൂ ഞങ്ങൾക്ക്. അപ്പൊ വന്നത് സൂര്യാസ്തമയം കണ്ടിട്ട് നമുക്ക് ബൈക്ക് റൈഡിൽ തിരിച്ചു വരാം. അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട്. കൊച്ചിയിൽ അതുപോലെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, എക്സ്പ്ലോർ ചെയ്യാത്തതാണ്. ചൂടായി വന്നു. ബൈ ദാറ്റ് ടൈം നമ്മളൊന്ന് ടെമ്പറിംഗിലേക്ക് കിടക്കാണ്. കുറച്ച് കടുക് ഇട്ടു. ഞാൻ നന്നായിട്ടൊന്ന് പൊട്ടണം. ഇതിന് ഭയങ്കര സ്റ്റോറി ഉണ്ട്. ആക്ച്വലി ഞാനിത് കഴിക്കുന്നത് നമ്മുടെ സുരാജ് വെഞ്ഞാറമൂട് സുരാജ് ഏട്ടൻ നാഷണൽ അവാർഡ് കിട്ടി. നാഷണൽ അവാർഡിന്റെ തിളക്കത്തിൽ നിന്നപ്പോ സുരാജ് ഏട്ടൻ ഒരു ഭയങ്കരമായിട്ടൊരു സ്വീകരണം വെഞ്ഞാറമൂട്ടുകാർ കൊടുത്തു. അപ്പം സുരാജ് ഏട്ടൻ ഞങ്ങളെന്ന് പറഞ്ഞാൽ ഭയങ്കര ക്ലോസ് ആണ്. ഷെഫെ, ഞാൻ അടുത്ത കറിവേപ്പില ഇടാൻ പോവാണ്. സുരാജ് ഏട്ടൻ അന്ന് സ്വീകരണം കൊടുത്തപ്പോ സുരാജ് ഏട്ടൻ വൈകുന്നേരം പാർട്ടി ഞങ്ങൾക്ക് വേണ്ടി തന്നു. അന്ന് സുരാജ് ഏട്ടൻ പറഞ്ഞു, കോണ്ടിനെന്റൽ പിസ്സ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല, തനി നാടൻ സംഭവങ്ങളാണ്. അങ്ങനെ വെഞ്ഞാറമൂട്ടിൽ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് കപ്പയും ചിക്കൻ തോരനും കഴിക്കുന്നത്. ആ ചിക്കൻ തോരൻ ഞാൻ അവിടെ നിന്ന് പഠിച്ച് മനസ്സിലാക്കി കൊണ്ടുവന്നാണ് ഈ സംഭവം. ഇനി ഞാൻ റെഡ് ചില്ലീസ് നമ്മുടെ ചുവന്ന മുളക് ഇച്ചിരി ഇടുകയാണ് ഷെഫെ. നമ്മൾ വേറെ വലുതായിട്ട് മുളക് പൊടി ചേർക്കുന്നില്ല. ഇതാണ് കൂടുതൽ ഇടാൻ പോകുന്നത്. ഇനി ഞാൻ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാൻ പോവാണ് ഷെഫ്. ഇനി അടുത്ത ഞാൻ കുറച്ച് ഓണിയൻസ്, വലിയ ഓണിയൻസ് ആണ് ഷെഫ്. ശരി, വലിയ ഉള്ളിന്റെ സവാള ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഷെഫിന്റെ ആൾക്കാരെല്ലാം ഇപ്പൊ പ്രാർത്ഥനയിലാണ്, ഷെഫിനെ കാത്തോളേ, ഒന്നും പച്ചല്ലേ. കാരണം ഷെഫിന്റെ ഒരു കടുത്ത ആരാധികയാണ് ഞാൻ. ഒരുപാട് ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ടാണ് ഞാൻ ഷെഫിന്റെ നൂൽ പൊറോട്ടയും ഫിഷ് നിർവാണയും കോമ്പിനേഷൻ ട്രൈ ചെയ്യാനായിട്ട് പോകുന്നത്. ഷെഫിന്റെ ഹോട്ടലിൽ തന്നെ റെസ്റ്റോറന്റിൽ പോയി കിട്ടിലൻ ഡിഷായിരുന്നു, പറയാതിരിക്കുക. അന്ന് ഷെഫിനെ കണ്ടിരുന്നത് കെട്ടിപ്പിടിച്ചു പോകണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഹസ്ബൻഡ് ഉള്ളതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. അപ്പൊ ഈ ഒരു മേഖലയിലേക്ക് എങ്ങനെയാണ് എത്തിയത് ഷെഫ്? ഞാൻ ഓഫ് സ്ക്രീൻ ആണ് എനിക്ക് വരാൻ ആഗ്രഹം ഉണ്ടായിരുന്നത്. ഐ വാസ് ഡീപ്ലി ഇൻസ്പയർഡ് ബൈ സോ മെനി പേഴ്സണാലിറ്റീസ് ഹു ബീൻ വർക്കിംഗ് ബിഹൈൻഡ് ദ സ്ക്രീൻ. അപ്പൊ ഞാൻ സിവിൽ എഞ്ചിനീയർ ആയിരുന്നു. ഞാൻ ഇൻഫോസിസിൽ ഒരു 6 മാസത്തോളം വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ പൈസയുണ്ട്, പക്ഷെ സമയമില്ല എന്നുള്ള നഗ്നസത്യം എനിക്ക് മനസ്സിലായി. എനിക്ക് ബാക്ക് പെയിൻ ഒക്കെ ആയി തുടങ്ങി. അപ്പൊ ഐ തോട്ട് ലൈക്ക് പൈസ കൊണ്ട് മാത്രം കാര്യമില്ല, കുറച്ച് നമുക്ക് സമയം കൂടെ സ്പെൻഡ് ചെയ്യാൻ വേണം. അങ്ങനെ ജേർണലിസം പഠിച്ചു. ഞാൻ വിഷ്വൽ മീഡിയ ജേർണലിസമാണ് കംപ്ലീറ്റ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് എൻ്റെ ആഗ്രഹം ഭയങ്കരമായിട്ടും ഏതെങ്കിലും CNN പോയി ജോയിൻ ചെയ്തിട്ട് ബിഹൈൻഡ് ദ സ്ക്രീൻ വർക്ക് ചെയ്യണം, ഒരുപാട് സ്റ്റോറീസ് ചെയ്യണം.
അതൊക്കെയായിരുന്നു. അറ്റ് ദാറ്റ് ടൈം ഞാനൊരു ചാനലിന്റെ ഒരു ഷോയ്ക്ക് ചെന്നപ്പം ഒരു സ്ക്രീൻ ടെസ്റ്റിന് വേണ്ടി അവർ വിളിച്ചു. സ്ക്രീൻ ടെസ്റ്റ് ചെന്ന് ചെയ്തപ്പോൾ അവർ പറഞ്ഞു ലാംഗ്വേജ് കുഴപ്പമില്ല, മലയാളവും ഇംഗ്ലീഷും കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് അന്ന് TN ഗോപകുമാർ സാറൊക്കെ ആയിരുന്നു, അങ്ങനെ ലെജൻഡറി ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ലെജൻസിന്റെ മുന്നിലായിരുന്നു സ്ക്രീൻ ടെസ്റ്റ് ചെയ്തത്. അത് കഴിഞ്ഞ ഉടൻ തന്നെ അവർക്ക് അവിടെ ജോയിൻ ചെയ്യാൻ പറഞ്ഞു. പിന്നെ ഒരു 16 വർഷം ഞാൻ പറഞ്ഞു ഇന്നൊക്കെ ഇരിക്കുമ്പം ഹെയർ ഒക്കെ ഗ്രേ ആയി തുടങ്ങി. 19 വയസ്സിൽ തുടങ്ങിയതാണ്, ഇപ്പം ഓൾമോസ്റ്റ് റണ്ണിങ് 33. ഭർത്താവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതൊക്കെ കുക്ക് ചെയ്ത് കൊടുക്കാറുണ്ടോ? കൊടുക്കാറുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട അദ്ദേഹം കുക്ക് ചെയ്യാറുണ്ടോ? നന്നായിട്ട് കുക്ക് ഏതാണ് പുള്ളി ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട? ബീഫ് വരട്ടിയത്. അത് നല്ല അച്ചായന്മാരുടെ തിരുവല്ലക്കാരാണ്. നല്ല നെയ്യിട്ട നല്ല തിരുവല്ലക്കാർ തിരുവനന്തപുരത്തെ ഭക്ഷണം കഴിച്ചിട്ട് കുറ്റം പറയാറുണ്ട്. കാരണം അവർക്ക് ഒരിക്കലും ഈ കോട്ടയത്തെ കോട്ടയം തിരുവല്ല ആ ഒരു ബെൽറ്റില് അവർക്ക് രാവിലെ തന്നെ നല്ല നോൺ വെജ് ഒക്കെ വേണം. അത് ട്രിവാൻഡ്രത്ത് വന്നാൽ നല്ല മുരിങ്ങയൊക്കെ ഇട്ട സാമ്പാറായിരിക്കും. അതുമല്ല ഷെഫ്, ഇവരുടെ ഈ അരപ്പിലൊക്കെ വ്യത്യാസമുണ്ട്. ഞങ്ങൾക്ക് ഈ വെളുത്തുള്ളി ജീരകം കുറച്ച് കൂടുതലുണ്ട്, ഇവർക്ക് അതൊന്നും ഇഷ്ടമല്ല. നിങ്ങൾ എന്നാണ് ഈ ചെയ്തു വെച്ചേക്കുന്നത്, നിങ്ങൾ എന്തായി കാട്ടിക്കൂട്ടി വെച്ചേക്കുന്നത് എന്നൊക്കെ ചോദിക്കും. ഇതുപോലെ എടുത്ത് അടിക്കാൻ തോന്നുന്നു. അവരുടെ വീട്ടിൽ വിരുന്നിനൊക്കെ പോകുമ്പോൾ ആ ഫുഡ് എങ്ങനെയായിരിക്കും എൻജോയ് ചെയ്യുന്നത്? വാരി, ബീഫ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, കപ്പ വാരിക്കറി, ഇങ്ങനെയൊക്കെയുള്ളതാണ് ഷെഫ് ഇവരുടെ ഹെവി ഡിഷ് എന്ന് പറഞ്ഞാൽ. ഇവർക്ക് ഇഡ്ഡലി സാമ്പാറൊന്നും ഇവരുടെ മെനുവിലേ ഇല്ല. ആക്ച്വലി ദോശ എന്നൊക്കെ പറഞ്ഞാൽ ഇവർ എറിയും എടുത്ത്. ഇവർക്ക് പുള്ളിക്ക് ട്രിവാൻഡ്രത്ത് വെച്ചിട്ട് നമ്മുടെ രസവടയൊക്കെ കൊടുത്തോ? കഴിച്ചിട്ടില്ല ഷെഫെ. സാമ്പാറ ഇഷ്ടമല്ല, രസവട ഇഷ്ടമല്ല. ഞാൻ പറഞ്ഞു നല്ല ഈ ദോശയും ചമ്മന്തി രസവടയും പപ്പടവും ഒരു കോമ്പിനേഷൻ ഉണ്ട്. ഞാൻ ഉറക്കഗുളിക വല്ല വാങ്ങിച്ചു കൊടുത്തിട്ട് പുള്ളിനെ കഴിപ്പിക്കണം, ഒരു രക്ഷയില്ല. അപ്പൊ ഷെഫെ ഇതൊന്ന് ആയി വരുമ്പോഴേക്കും ഒന്നുമില്ല ഷെഫെ, ദേ ചിക്കനും കൂടെ ഇടാൻ പോവാണ്. 500 grams ചിക്കൻ ആണ് ഷെഫെ ഞാനിപ്പോ എടുത്തു വെച്ചേക്കുന്നത്. എരിവിന് വേണ്ടിയിട്ട് ഗ്രീൻ ചില്ലി ആഡ് ചെയ്യാണ്. വീട്ടില് അമ്മയൊക്കെ ഉണ്ടാക്കി തരുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം? അമ്മ ഉണ്ടാക്കുന്നത് തീയല്. ചെമ്മീനോ അതോ പച്ചക്കറി? നല്ല കുഞ്ഞുള്ളി ഇട്ട തീയല് ഭയങ്കര ടേസ്റ്റ് ആണ്. വറുത്തരിച്ചത് ഷെഫെ. ഞാൻ ഇച്ചിരി മഞ്ഞപ്പൊടി ഇച്ചിരി കൂടുതൽ വേണം ഷെഫെ, കാരണം വേറെ തോരനാണ്. ഇച്ചിരി ഇനി ഇതുവരെ ഉപ്പ് ചേർക്കാത്തോണ്ട് ഷെഫ് ഐ ആം ജസ്റ്റ് ഗോയിങ് ടു ആഡ് little spoon of ഉപ്പ്. നമ്മൾ ഈ കൈ കൊണ്ട് ഇടുമ്പോ ഉള്ളൊരു ഇത് വീടാണ് നിങ്ങളുടെ, ഒരു കുഴപ്പമില്ല. എന്നാലും ഷെഫ് ഇതൊക്കെ പഠിച്ചിട്ട് നിൽക്കുന്നുണ്ട് നമ്മള് ചെയ്യുന്ന. ഇപ്പൊ ഞാനിവിടെ വരുന്നവരുടെ ചോദിക്കും, നിങ്ങളൊക്കെ ഇപ്പൊ ഒരു 15 yearsന്റെ ഒരു എക്സ്പീരിയൻസ് ആയി അല്ലെങ്കിൽ അതിൽ കൂടുതലായി ഈ ഒരു മേഖലയിൽ നിൽക്കുന്നത്. അപ്പൊ ഈ ഒരു മേഖലയിലേക്ക് വരാൻ പറ്റുന്ന ഒരുപാട് പെൺകുട്ടികൾക്കൊക്കെ നന്നായിട്ട് സംസാരിക്കാനും അതുപോലെ അല്ലെങ്കിൽ മീഡിയയിൽ വരണം അല്ലെങ്കിൽ ജേർണലിസ്റ്റ് വരണം, അപ്പൊ അവർക്ക് കൊടുക്കുന്ന ഒരു ടിപ്സ് എന്താണ്? ഒരു നാണവും മാനവും വിചാരിക്കരുത്. സ്റ്റേജിൽ കയറാൻ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ചാടി കയറിക്കോണം. പൂവല് കിട്ടുന്നുണ്ടാവും, കയ്യടി കിട്ടുന്നുണ്ടാവും, തെറിവിളി ആയിക്കോട്ടെ, ട്രോൾ ഉണ്ടാവും, എന്ത് വേണം. ഞാനൊക്കെ ട്രോളിന് ഏറ്റവും വലിയ ഇരയാകുന്ന ഒരാളാണ് ഷെഫെ. കാരണം എനിക്ക് ഇവിടെ പെർ ഡേ ബേസിസിൽ ട്രോൾ എനിക്ക് വരുന്നുണ്ട്. എന്ത് മേക്കപ്പ് ചെയ്താലും ചെയ്തില്ലെങ്കിലും ഒക്കെ വരും. പക്ഷെ അതൊന്നും നമ്മൾ വകവയ്ക്കാതെ ഈ പറഞ്ഞ പോലെ നമ്മൾ ചെയ്യാനുള്ള പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കും. കാരണം ഷെഫ് പറയുമ്പോഴും ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു വലിയ മന്ത്രം അല്ലെങ്കിൽ എനിക്ക്, കാരണം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ചേച്ചി സിനിമയിലേക്ക് നല്ല ഓഫേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഷെഫ്, എസ്പെഷ്യലി ഫ്രം തമിഴ് ഇൻഡസ്ട്രി. കാരണം എൻ്റെ ഒരു മുഖം മേ ബി തമിഴിന് കുറച്ചുകൂടെ അഡാപ്റ്റബിൾ ആണെന്ന് തോന്നി കാർത്തിയുടെ കൂടെയൊക്കെ നല്ല ഓഫേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോഴും പോയില്ല. അപ്പൊ പലരും ചോദിച്ചു എന്താണ് ഈ മിനി സ്ക്രീനിൽ ഒതുങ്ങുന്നത്, ബിഗ് സ്ക്രീനിലേക്ക് പോകാത്ത എന്താന്ന് ചോദിച്ചു ഷെഫെ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇപ്പൊ ഷെഫ് നിൽക്കുമ്പോൾ ഞാനത് പറയണം. ഞാൻ അഡാപ്റ്റ് ചെയ്തൊരു മന്ത്രം എന്ന് പറയുന്നത് 100 കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളെ നമ്മൾ പേടിക്കണ്ട, പക്ഷെ ഒരു കാര്യം 100 തവണ ചെയ്യുന്ന ഒരാളെ നമ്മൾ പേടിക്കണം. കാരണം അയാൾ അതിൽ എക്സ്പേർട്ട് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ ഒരു പണി മാത്രം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. സോ എന്ത് ജോലി ആയാലും അത് കൃത്യമായിട്ട് ചെയ്തോണ്ടേയിരിക്കുക, വർക്ക് ചെയ്തോണ്ടിരിക്കുക, എല്ലാ ദിവസവും വർക്ക് ചെയ്യുക. 100% ഞാൻ അതിനകത്ത് സ്ട്രോങ്ലി അത് ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ്. നമ്മൾ ചില സമയങ്ങളിലൊക്കെ എത്രയോ ആരും അപ്രിഷിയേറ്റ് ചെയ്യണമെന്നില്ല, അല്ല ആരും നമ്മൾ ചെയ്ത വർക്ക് കാണണമെന്നില്ല. പക്ഷെ അതൊക്കെ ഒരു ടൈം വരും ഇല്ലേ? ആർക്കും ഒരാളെയും കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളുടെ ഒരു സംഭവങ്ങളൊന്നും ആർക്കും കണ്ണടച്ച് വെക്കാനോ അല്ലെങ്കിൽ ചിലപ്പം ചില ഒരു ഓർഗനൈസേഷനിലൊക്കെ വർക്ക് ചെയ്താലോ അല്ലെങ്കിൽ പല സാഹചര്യങ്ങളിലും ഇതൊന്നും ചിലപ്പോൾ കണ്ടില്ല കേട്ടില്ല നിങ്ങൾ ചെയ്യുന്നൊന്നും ആരും അപ്രിഷിയേറ്റ് ചെയ്യണം. പക്ഷെ there will be a time എല്ലാവരും ഇല്ലേ ആ പെർഫോമൻസും നിങ്ങളുടെ ടാലന്റും ഒന്നും ആർക്കും ആരെയും മൂടി വെക്കാൻ പറ്റില്ല. മറ നീക്കി സൂര്യൻ പുറത്ത് വരും. കാരണം ഷെഫ് തന്നെ എനിക്ക് തോന്നുന്നു ഒരു 10 yearsൽ ഷെഫ് ആർജിച്ചെടുത്ത ഒരു ഫെയിം എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലായിരുന്നു. കാരണം ഇപ്പൊ സോഷ്യൽ മീഡിയയിലെ താരമാണ് ഷെഫ് എന്ന് പറയുന്നത്. യൂട്യൂബ് തുറന്നാലും ഇൻസ്റ്റാ തുറന്നാലും എനിക്ക് തോന്നുന്നു ഷെഫ് അത് ഈ 10 വർഷത്തിൽ ചെയ്ത ജോലി ആയിരിക്കില്ല. ഷെഫ് അതിനു മുമ്പ് ഇട്ട ഒരു ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് 30-40 years കാണും. അതിന്റെ ഒരു റീപേയ്മെന്റ് ആണ് ഇപ്പൊ ഷെഫ് എടുക്കുന്നത്. ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, നമ്മൾ ആദ്യം ചെയ്ത് നിങ്ങളൊരു ഫസ്റ്റ് 15 years ചെയ്യുന്ന
ചെയ്യുന്ന എഫർട്ടായിരിക്കും നെക്സ്റ്റ് 15 years വരും. അപ്പോൾ ആദ്യത്തെ ഈ 15 വർഷം നിങ്ങളെ ആരും തിരിഞ്ഞു പോലും നോക്കില്ല. അപ്പോൾ നമ്മൾ പലരും ഒരു 5 വർഷമൊക്കെ ചെയ്തിട്ട് പറയും ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് ഇത് കാര്യമില്ലെന്ന് പറഞ്ഞ് ഗിവ് അപ്പ് ചെയ്ത് കളയും. പക്ഷേ ഇത് നേരത്തെ ഈ കുട്ടി പറഞ്ഞ പോലെ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സാലറി കുറവായിരിക്കാം, അല്ലെങ്കിൽ കിട്ടുന്ന റെമ്യൂണറേഷൻ കുറവായിരിക്കാം, ഈ പറഞ്ഞ ഫെയിം ഉണ്ടാവില്ല. ബട്ട് ആ ഒരു കോൺഫിഡൻസിൽ നിങ്ങളുടെ ആ ടാലൻറ്റിനെ കണ്ടിന്യൂസ് ആയിട്ട് എത്രത്തോളം ചെയ്യുന്നു, ആ ഒരു 15 വർഷം ചിലപ്പോൾ കഷ്ടപ്പെടേണ്ടി വരും. ചിലപ്പോൾ 20 ആയിരിക്കും. 20 ആയി കഴിഞ്ഞാൽ അടുത്ത നെക്സ്റ്റ് 25 years ആയിരിക്കും നിങ്ങളുടെ അതൊന്നും ചെയ്യണ്ട. പിന്നെ അത് ഓട്ടോമാറ്റിക്കലി ഓർഗാനിക്കലി അങ്ങ് പോകും. അതിൻ്റെ കൂടെ നമ്മുടെ ഒരു നോർമൽ രീതി പോയാൽ തന്നെ അതിൻ്റെ റെമ്യൂണറേഷനും ബാക്കിയുള്ള കാര്യങ്ങളും 3 times or 4 times മോർ ആയിരിക്കും വരിക. അപ്പൊ ചില്ലി പൗഡർ ആഡ് ചെയ്യാൻ ഞാൻ ചില്ലി പൗഡർ വളരെ കുറവേ ഉള്ളൂ ഷെഫേ, നമ്മൾ ഒരുപാടൊന്നും ഇടുന്നില്ല. ഓക്കെ, ഒരുപാട് സ്റ്റേജ് ഒരുപാട് സംഭവങ്ങളൊക്കെ ചെയ്തു. ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു അനുഭവം ആയിട്ട് ഈ കഴിഞ്ഞ റീസെന്റ് ടൈംസിലാണെങ്കിൽ രാജമൗലി, രാം ചരൺ, NTR ഇവരുടെ ഒരു എക്സ്ക്ലൂസീവ് ഒരു 2 മണിക്കൂർ കണ്ടന്റ് ടൈം സ്ലോട്ട് ടൈം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ മനസ്സിലിങ്ങനെ ഞാൻ മാത്രമേ ഉള്ളൂ, അപ്പൊ ഞാൻ ഇങ്ങനെ പ്രിപ്പയർ ചെയ്തിരിക്കുകയാണ്. ഇവർ വരുമ്പോഴത്തേക്കും ബ്രീഫ് ചെയ്ത് കൊടുക്കണം. 1.5 മണിക്കൂറാണ്. അപ്പൊ ഗെയിംസ് ഒക്കെ ഉണ്ട്. ഇവർക്ക് ഈ ഗെയിംസ് ഇഷ്ടപ്പെടുവോ? ഞങ്ങളാണെങ്കിൽ ഒരു 6 ഗെയിം വരെ ഫുള്ളി സെറ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം ഇവർക്ക് 3 എണ്ണം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അടുത്ത 3 എണ്ണം എടുക്കാം. ഫുൾ ഭയങ്കരം. കാരണം രാജമൗലിയാണ് ഇരിക്കുന്നത്. എന്താണ് എടുത്തോണ്ട് പോകണം. അപ്പം ഞങ്ങൾ ഭയങ്കര ഇങ്ങനെ കോഷ്യസ് ആയിട്ട് ഇരിക്കുകയായിരുന്നു. ഇവര് 3 പേരും രാം ചരൺ വരുന്നു. അപ്പം ഞാൻ ഈ ധീരയിലൊക്കെ കണ്ട രാം ചരൺ ഇങ്ങനെ എക്സ്പെക്ട് ചെയ്തിരിക്കുമ്പോൾ വളരെ നോർമൽ ഒരു മനുഷ്യൻ വളരെ കൂളായിട്ട് നടന്നു വരുന്നു. ബാക്കിൽ ജനതാ ഗ്യാരേജിൽ കണ്ട് ഒരുപാട് സ്നേഹിച്ച NTR കടന്നു വരുന്നു. ബാക്കിൽ ഇതാ മഗധീര, ഈച്ച, അങ്ങനെ സിനിമകൾ വന്ന രാജമൗലി വെറുതെ കൂളായിട്ട് ബാഹുബലി ഇത്രയും പേര് സാറേ വന്ന് ഇരുന്നിട്ട് എന്നെ കണ്ടോണെ എഴുന്നേറ്റ് അവര് നിന്ന് തൊഴുകയാണ്. അപ്പൊ ഞാൻ അപ്പോഴേ ഫ്ലാറ്റായി, എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. അത് കഴിഞ്ഞിട്ട് ഷെഫെ പറഞ്ഞാൽ വിശ്വസിക്കില്ല, ഒരു 2 hours എങ്ങനെ പോയെന്ന് എനിക്ക് തന്നെ അറിയില്ല. അവരൊന്നും ചോദിച്ചില്ല എൻ്റെ അടുത്ത് എന്താണ് ഇനി ചോദിക്കാൻ പോകുന്നത്, എന്ത് ഗെയിമാണ്. കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞോ, കുറച്ചുകൂടെ ഉണ്ടോ, 2 ഗെയിമും കൂടെ ഉണ്ടോ? ഞാൻ പറഞ്ഞു സർ കഴിഞ്ഞു, ടൈം തന്നത് തീർന്നു. അത്രയ്ക്ക് നമുക്കൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ തന്നൊരു ഇന്റർവ്യൂസില് ആണ്. പിന്നെ പ്രതിഭ പാട്ടീലിനെ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഇന്റർവ്യൂ ചെയ്യാൻ പറ്റിയത് ഒരു വലിയ ഭാഗ്യമായിട്ട് കൺസിഡർ ചെയ്യും. കാരണം പ്രസിഡന്റ് ആയിരുന്നു, പ്രഥമ വനിതയാണ് ഇന്ത്യയിലെ. അപ്പം അതൊക്കെ ഒരു ഭയങ്കര മെമ്മറബിൾ സമയങ്ങളായിരുന്നു. ട്രാവലിംഗ് ഇഷ്ടമാണോ? ഭയങ്കര ഇഷ്ടമാണ്. ഏറ്റവും ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന, ഇനി അതായത് എപ്പോഴെങ്കിലും ഒരു സമയം കിട്ടിയാൽ പോവാൻ കാത്തിരിക്കുന്ന, ഇന്ത്യയിലെ ആയിരിക്കാം വിദേശത്തായിരിക്കും, ഏത് സ്ഥലമാണ്? ഇന്ത്യയിലെ ഇന്ത്യ അല്ലാതെ ഒരു രാജ്യം പറഞ്ഞാൽ സ്വിറ്റ്സർലൻഡിലെ എനിക്ക് സ്പെഷ്യലി ഐ ഹാവ് ദ സ്പേസ്, ഒരു ചെറിയൊരു പ്ലേസ് ആണ്. ഇറ്റ്സ് നെയിം ഇസ് കോൾഡ് സാന്റമോ. സാന്റമോ എന്നാണ് ഒരു കുഞ്ഞു വില്ലേജ് ആണ്. ഇറ്റ്സ് കോൾഡ് ദ നീറ്റസ്റ്റ് വില്ലേജ് ഇൻ ദ ഹോൾ റൗണ്ട് വേൾഡ്. അവിടെ പോയിട്ട് ഒരു 3-4 ദിവസം സ്റ്റേ ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇപ്പൊ ഇങ്ങനെ പ്ലാൻ ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ ഷെഫേ ബൈ ദാറ്റ് ടൈം ഞാൻ കുറച്ച് ഗരം മസാല ഒന്ന് ഫ്ലേവറിങ്ങിന് വേണ്ടി മാത്രം ആഡ് ചെയ്യാണ്. ഇച്ചിരി ഇടുന്നുള്ളൂ. ആദ്യം ഒരു യെല്ലോയിഷ് കളറായിരുന്ന ചിക്കൻ ആ സ്പൈസസ് ഒക്കെ ആഡ് ചെയ്തപ്പം കറക്റ്റ് ഒരു റോസ്റ്റ് ലെവലിലെത്തി. ഞാനാണ് ഇതിന്റെ മെയിൻ ഒരു ബ്ലാക്ക് പെപ്പർ ആഡ് ചെയ്യാൻ പോവാണ്. പെപ്പർ ആഡ് ചെയ്യാതെ വെക്കുന്നവരുണ്ട്. ഞങ്ങളുടെ സൈഡിലൊക്കെ ഇച്ചിരി പെപ്പർ ആണ്. ഇച്ചിരി എരിവൊക്കെ ഉണ്ടെങ്കിൽ കപ്പയുടെ കൂടെ നമുക്ക് കഴിക്കുമ്പോഴത്തേക്ക് ആ ഫീൽ കിട്ടത്തുള്ളൂ. ഇനിയാണ് ദ ലാസ്റ്റ് ഫൈനൽ സ്റ്റേജിലേക്ക് ഞാൻ കടക്കാൻ പോവാണ്. തേങ്ങ. സോ ഇതിൻ്റെ ഒന്നുകൂടെ നമ്മൾ റീക്യാപ്പ് ചെയ്യാണ് റെസിപ്പി. ആദ്യം ഒരു പാൻ എടുത്തു, ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, വത്തൽമുളക് ഇട്ടു, കറിവേപ്പില ഇട്ടു. അതൊന്ന് വഴറ്റിയതിന് ശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടൊന്ന് സോട്ട് ചെയ്തു. പിന്നീട് ചോപ്പ് ചെയ്ത ഓണിയൻസ് അതും നന്നായിട്ട് സോട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് ചിക്കൻ ഇട്ടു. ചിക്കൻ ഒരു 2 to 5 minutes നന്നായിട്ട് ആ ജ്യൂസി ആയിട്ടൊന്ന് ആയതിനു ശേഷം ടർമറിക് പൗഡറാണ് ഇട്ട്, മഞ്ഞൾപ്പൊടി ഇട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് വഴറ്റി. പിന്നീട് കുറച്ച് ചില്ലി പൗഡർ, ഗ്രീൻ ചില്ലിയൊക്കെ ഇട്ട് ഒതുക്കി ആ ചിക്കൻ കറക്റ്റായിട്ട് ഡ്രൈ ആയിട്ട് നല്ലപോലെ കുക്കായതിനു ശേഷം ഗരം മസാല ആഡ് ചെയ്തു, ബ്ലാക്ക് പെപ്പർ ആഡ് ചെയ്തു. അതിൻ്റെ ഫൈനൽ സ്റ്റേജിൽ ചിരകിയ തേങ്ങാ പെരയിട്ട് പെരട്ടി തോരനാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ ഘട്ടം. ഓക്കെ, ഞാൻ ഷെഫിന്റെ ഈ നമ്മുടെ ഈ ഷോ എന്നെ ഏകദേശം ഷെഫിനെ ഞാൻ അത് കൺഗ്രാറ്റുലേറ്റ് ചെയ്യണം, സീ കേരളത്തിനെയും കൺഗ്രാറ്റുലേറ്റ് ചെയ്യണം. കാരണം ഈ ഒരു ഷോ എന്ന് പറയുന്നത് ഏകദേശം ഒരു 70 more എപ്പിസോഡ്സ് ആയി 1 year ആയിട്ട് റണ്ണിങ് ആണ്. ഞങ്ങൾ ആക്ച്വലി ഇതൊരു 16 എപ്പിസോഡെന്ന് പറഞ്ഞ് തുടങ്ങിയ സംഭവമാണ്. കഴിഞ്ഞ ഓണത്തിന് അതിനുശേഷം അത് വീണ്ടും ഒരു വിഷു വരെ പോയേക്കാന്ന് പറഞ്ഞത് വിഷുവായി. വീണ്ടും അത് നമ്മുടെ ഓണം ടു ഓണം എത്താറായി. ഷെഫ് ഇത് കണ്ടിന്യൂ ആണ്. 1000 എപ്പിസോഡ്സ് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. താങ്ക് യു. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പൊ ഈ ഒരു ഇത്രയും ഞാൻ ഒരുപാട് പേരെ ഇങ്ങനെ കാണുന്നു, നിങ്ങൾക്ക് ഇത്രയും സ്പീഡ് വാചാലമായിട്ടൊക്കെ സംസാരിക്കാൻ പറ്റുന്നു, ഇതൊക്കെ എങ്ങനെയാണ് അതിനെ അപ്ഡേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുന്നത്?
ആക്ച്വലി ഇതിനൊറ്റ ഇതേ ഉള്ളൂ ഷെഫെ പറയുന്നത്, ലൈക്ക് ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് ബട്ട് മാസ്റ്റർ ഓഫ് നൺ. അതായത് എല്ലാത്തിനെ പറ്റി എന്തെങ്കിലുമൊക്കെ അറിയാം, പക്ഷെ ഒന്നിന്റെ മാസ്റ്റർ ഒന്നുമല്ല. ഒറ്റ കാര്യമുള്ളൂ ഷെഫെ, വായനയാണ്. കാരണം ഞാൻ 90s ജനിച്ച ഒരാളാണ്. ഞാൻ ജനിക്കുന്ന സമയം മൊബൈൽ ഫോൺസ് ഒന്നുമില്ല. എനിക്ക് ഇപ്പോഴും മൊബൈൽ വേണം, ഒരു ബുക്ക് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ ഐ ടേക്ക് ദാറ്റ് ബുക്ക്. നമ്മുടെ ഡിഷ് ഫൈനലൈസ് ആയി. അങ്ങനെ നമ്മുടെ കോഴിക്കറി ബോയിങ് പറഞ്ഞ പോലെ ഈ പറഞ്ഞ നേരത്തെ ഞാൻ വെറുതെ പറഞ്ഞല്ല, ഇതിന്റെ ഒരു ടെക്സ്ചർ കണ്ടോ? ആ ചിക്കൻ തോരൻ എന്ന് പറഞ്ഞാൽ തോരൻ പോലെ തന്നെ ഓരോ പീസായിട്ട് സെപ്പറേറ്റ് ആയിട്ട് കുക്കായിട്ടിരിക്കുകയാണ്. അതിനകത്ത് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഒരു തുള്ളി വെള്ളമില്ലാതെ സോട്ട് ചെയ്ത് അതിന്റെ ജ്യൂസിൽ തന്നെ കുക്ക് ചെയ്തതാണ്. അതിനകത്ത് തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം, തേങ്ങ ഇടുമ്പോൾ ഒരു സ്വാദ് സ്വാഭാവികമായിട്ട് വരും. അതല്ലാതെ തന്നെ ചിക്കൻ്റെതായ ഒരു സ്വാദുണ്ടെന്നും അറിയാം. ചിക്കൻ തോരൻ അങ്ങനെ ഫൈനലി റെഡിയായി. ഒരു 2 മിനിറ്റ് റെസ്റ്റ് ഒക്കെ കൊടുത്തു, അതിൻ്റെ ആ ഫ്ലേവറൊക്കെ ഒന്നുകൂടെ ഇൻഫ്യൂസ് ആവാൻ വേണ്ടിയിട്ട്. ഇനി സംസാരിക്കരുത്, ഇനി എൻ്റെ ഷോ ആണ്. അല്ലെങ്കിൽ എനിക്ക് ഇനി കഴിക്കണം, ടേസ്റ്റ് ചെയ്യണം, ഇതൊക്കെ പറയാം. ഓക്കെ, ഒരു വിങ്സ്, എനിക്ക് ചിക്കൻ്റെ വിങ്സ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പാട്ടാണ്. അപ്പോൾ വിങ്സ് അതിൻ്റെ ആ മീറ്റ് ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, അതിൻ്റെ ആ ബോണിൽ നിന്ന് ആ മീറ്റൊക്കെ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് കാണാനായിട്ട് കറക്റ്റ് വിസിബിൾ ആയിട്ടുണ്ട്. അടിപൊളി എന്ന് പറയുന്നില്ല, അടിപൊളിയാണ്, സൂപ്പറാണ്. ഈ ഒരു ട്രൈ ചെയ്യാത്ത ഒരുപാട് ആളുണ്ടെന്ന് എനിക്കറിയാം. തീർച്ചയായിട്ടും ഈ റെസിപ്പി ട്രൈ ചെയ്യുക. സിമ്പിൾ 5 മിനിറ്റ്സ് 1 പോട്ടിനകത്ത് ഈസിയായിട്ട് തീർക്കാൻ പറ്റും. ഒരു ചിക്കനും തോരനും കുറച്ച് ഉള്ളി, ബാക്കിയുള്ള സ്പൈസൊക്കെ നോർമലായിട്ട് എല്ലാവരുടെയും വീട്ടിലുള്ള സാധനമാണ്. അമേസിങ്, എല്ലാവരും ട്രൈ ചെയ്യണം. താങ്ക് യു സോ മച്ച്. നമ്മുടെ ഈ ഷോയിൽ വന്നാലും കുറേ നല്ല സംഭവങ്ങളൊക്കെ പറഞ്ഞു തന്നു, കുറേ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. അപ്പം എന്തായാലും പോകുന്നതിന് മുമ്പ് ഒരു ഗിഫ്റ്റ് ഉണ്ട്. ആദ്യം തന്നെ 916-ന്റെ ഒരു സ്പെഷ്യൽ, നേരത്തെ പറഞ്ഞ് പച്ച വെളിച്ചെണ്ണ ഇഷ്ടമാണെന്ന്, ശുദ്ധമായൊരു വെളിച്ചെണ്ണ കഴിക്കട്ടെ. അതിനോടൊപ്പം പഴശ്ശിയുടെ ഒരു ഗിഫ്റ്റ്, സൺ ടിപ്സിന്റെ ഒരു ഗിഫ്റ്റും അവിടെ ആ ടേബിളിൽ വെക്കും. ഇനിയുണ്ടൊരു കഥ, ഒരു സംഭവം ഉണ്ട്. മീരയ്ക്ക് ഈ പറഞ്ഞ ആഗ്രഹങ്ങളെല്ലാം നെക്സ്റ്റ് 5 ഇയേഴ്സിനുള്ളിൽ എല്ലാ സ്വപ്നങ്ങളും നടക്കട്ടെ, ഒരു സിനിമയൊക്കെ സംവിധാനം ചെയ്യാൻ പറ്റുന്ന രീതിയിലോട്ട് വളരട്ടെ. അപ്പൊ ഇനി ഇത് നമ്മുടെ പ്രേക്ഷകരോട് 2 വാക്ക് പറഞ്ഞ് നമുക്ക് അവസാനം. ഇപ്പം ഷെഫെ, ശരിക്കും പറഞ്ഞാൽ ഞാൻ സി കേരളത്തിന്റെ ഒരു മെമ്പർ തന്നെയാണ്. കാരണം സിയുടെ സി മഹോത്സവം ഒക്കെ എനിക്ക് ഹോസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു വലിയ ഭാഗ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് അബ്സല്യൂട്ട് പ്ലഷർ. കാരണം ഷെഫ് എന്ന് പറയുന്നത് ഞാൻ സ്ഥിരമായിട്ടും ഞാൻ ഏർഡൻ ഫോളോവർ ഓഫ് ഷെഫാണ്. അപ്പോൾ ഷെഫിന്റെ കൂടെ നേരിട്ട് ലൈവായിട്ട് ഇങ്ങനെ നിന്ന് കുക്ക് ചെയ്ത് ഷെഫിനൊരു കുഞ്ഞു ഡിഷ് തരാൻ പറ്റിയതിലുള്ള ഭയങ്കര സന്തോഷം. സാധാരണ ഞങ്ങൾ ഇതൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ കുറെ കട്ടൊക്കെ വരും. ഇത് ഒരു കട്ടുമില്ല, നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു കട്ടുമില്ലാതെ ടക്ക് ടക്ക് എന്ന് പറഞ്ഞ് സംസാരിച്ച് ഞാനും കുറെ സംസാരിക്കും, എൻ്റെ 7 ഇരട്ടി പുള്ളിക്കാരും സംസാരിക്കും. എന്തായാലും ഷെഫിന് 70+ അല്ല, ഇനി 700+ എപ്പിസോഡ്സുമായിട്ട് ഇങ്ങനെ തന്നെ ഈ രുചി വൈഭവം മുന്നോട്ട് പോട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുകയാണ്. നല്ല നല്ല ഒരുപാട് സിഗ്നേച്ചർ ഐറ്റംസ് നമുക്ക് വേണ്ടി ഒന്ന് പ്രസന്റ് ചെയ്യണം. സോ സി കേരളത്തിനും ഫാമിലിക്കും എല്ലാവർക്കും താങ്ക്സ് എ ടൺ ഫോർ ഇൻവൈറ്റിംഗ് മീ ഇൻ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. നമസ്കാരം. ഇന്നത്തെ റെസിപ്പി കറുത്ത ആവോലി വെച്ചിട്ടുള്ള മോളിയാണ്. അതും ഈ ഫിഷ് സാധാരണ ഗ്രില്ല് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു കറി ഉണ്ടാക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. നമുക്ക് ആദ്യം തന്നെ ഫിഷ് മറിനേറ്റ് ചെയ്ത് വെക്കണം. പൊതുവേ ഈ ഫിഷ് മോളിൽ മീൻ ഡയറക്റ്റായിട്ടാണ് കുക്ക് ചെയ്യുക. പക്ഷേ ഗ്രില്ല് ചെയ്ത് ഇങ്ങനെയൊക്കെയുള്ള കട്ടിയുള്ള നല്ല മത്സ്യമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഗ്രില്ല് ചെയ്തുണ്ടാക്കിയാൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആവും. അപ്പോൾ ഗ്രില്ല് ചെയ്യാനായിട്ട് ആദ്യം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ലേശം എണ്ണ, കുറച്ച് കറിവേപ്പില, നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിലേക്ക് മീനിട്ട് മറിനേറ്റ് ചെയ്യാം. ഫിഷ് മോളി ഉണ്ടാക്കാനായിട്ട് ആദ്യം ഒരു പാൻ ചൂടാക്കി നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നു. അതോടൊപ്പം തന്നെ വേറൊരു പാനിലാണ് നമ്മൾ ഫിഷ് ഗ്രില്ല് ചെയ്യുന്നത്, അതിലും ലേശം എണ്ണ ഒഴിക്കാം. ഫിഷ് മോളിയുടെ ഒരു ഓപ്ഷണലായിട്ട് കുറച്ചുകൂടെ സ്വാദ് കിട്ടാൻ വേണ്ടിയിട്ട് 2 ഏലയ്ക്ക ആദ്യം എണ്ണയിലിടുകയാണ്. അതിനോടൊപ്പം 2 നുള്ള് ഉലുവ, കുറച്ച് സ്ലൈസ് ചെയ്ത വെളുത്തുള്ളി, ലേശം ഇഞ്ചി, ചെറിയ ഉള്ളി അരിഞ്ഞത്, നീളത്തിൽ കീറിയ പച്ചമുളക്. ഇതൊരുപാട് വയറ്റേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒരു ഉള്ളിയുടെ പച്ചമണം മാറുന്ന പരുവം മാത്രം മതി. അപ്പോൾ അതൊന്ന് വയറ്റ് വരുന്ന സമയത്ത് നമുക്ക് ഫിഷ് ഗ്രില്ല് ചെയ്യണം. ഉള്ളി ഏകദേശം വാടിയിട്ടുണ്ട്. ഇനി അതിനകത്ത് മീൻകറിക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി,
ഫിഷ് മോളിയുടെ ഗുണമെന്ന് പറയുന്നത് എരിവ്, പുളി, മധുരം, ഉപ്പ് ഇതെല്ലാം സമാസമമായിരിക്കുമ്പോഴാണ് ശരിക്കും അതിൻ്റെ ടേസ്റ്റ് വരിക. അതുകൊണ്ട് ഒരു കുടംപൊടി ജസ്റ്റ് ഇതിനകത്ത് ഇടുക. ലേശം വെള്ളം ഒഴിക്കുന്നു. ആവശ്യമുള്ള ഉപ്പിടുന്നു. ആ ഒരു സമയത്ത് ഫിഷ് ഏകദേശം ഗ്രില്ലായി വരികയാണ്. കുറച്ച് കറിവേപ്പില. തേങ്ങയുടെ കട്ടിയുള്ള പാലാണ്. ചെറിയ തീയിൽ വയ്ക്കുക. ഗ്രില്ല് ചെയ്ത ഫിഷ് കറിയിലേക്ക് ഇട്ടു. ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഓൾറെഡി ഫിഷ് അത് ഗ്രില്ല് ചെയ്തപ്പോൾ നല്ല ഫേം ആയിട്ടുണ്ട്. ബ്ലാക്ക് പെപ്പറും ടർമറിക്കും ഉപ്പും ഇട്ട മീനാണ്. ഫിഷ് മോളിയുടെ ഗാർണിഷ് എന്ന് പറയുന്ന വലിയ തക്കാളിയാണ്. അപ്പോൾ സാധാരണ തക്കാളി ഇതിനകത്ത് ഡയറക്റ്റ് തന്നെയാണ് ഇടുന്നത്. നമുക്കിപ്പോൾ ഈ ഫിഷ് ഗ്രില്ല് ചെയ്ത കാരണം തക്കാളിയും ലാസ്റ്റ് ഗ്രില്ല് ചെയ്തിടണം. അപ്പോൾ അതേ പാനിൽ വലിയ തക്കാളി വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് ഗ്രില്ല് ചെയ്യുക. കറിയുടെ സോസ് തിളച്ചു തുടങ്ങി. തക്കാളിയുടെ മുകളിൽ കുറച്ച് കുരുമുളക് പൊടി വിതറുകയാണ്. ഒരു പൊടിക്ക് മുളക് പൊടി, ലേശം കറിവേപ്പില. അത്യാവശ്യം നന്നായിട്ട് ഗ്രില്ലായി. ബാക്കി ഈ കറി കിടന്ന് വേവും. ഗ്രില്ല് ചെയ്ത തക്കാളിയും നേരെ കറിയിലേക്ക് ഇടുന്നു. വളരെ വേഗത്തിൽ ഇതേപോലെ സിമ്പിളായിട്ട് ഈ ഫിഷ് മോളി ഉണ്ടാക്കാം. ഇതിൻ്റെ ഒരു കുക്കിംഗ് ടൈം എന്ന് പറഞ്ഞാൽ മാക്സിമം 10 മിനിറ്റ്സ് ആണ്. ഇതിൻ്റെ പ്രിപ്പറേഷൻ നിങ്ങൾ ഈ തേങ്ങാപ്പാലൊക്കെ എടുത്ത് വെച്ച് ഉള്ളി, ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ 15 മിനിറ്റ്സ് കൊണ്ട് അസാധ്യമായിട്ട് ഉണ്ടാക്കാം. ഫിഷ് മോളി റെഡിയാണ്.